ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് SSC ആണ് എടുക്കാൻ പോകുന്നത്. ഇൻകം ടാക്സിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് SSC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് SSC എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അതുകൂടാതെ കുറച്ചും അഡീഷണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമുക്ക് ആദ്യം എന്താണ് SSC എന്ന് നോക്കാം. SSC സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം ഇൻകം ടാക്സ് ആക്ടിൽ ആരാണ് SSC എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. SSC means a person by whom any tax or any other sum of money that is interest, penalty, etc. is payable under the act includes. അതായത് SSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണാണ്. ആരാണ് പേഴ്സൺ? നമ്മൾ ഓൾറെഡി പേഴ്സൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വൽ ആവാം, HUF അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ പേഴ്സണോ അവരൊക്കെ ആരാവാൻ ചാൻസ് ഉണ്ട്? SSC ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ആരാണ് SSC? ആരാണ്? ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ. അതായത് അണ്ടർ ദ ആക്ട് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ത്യയിലുള്ളതായിക്കോട്ടെ പുറത്തുള്ള ആളായിക്കോട്ടെ, ഒരു പേഴ്സൺ അഥവാ ഒരു ഇൻഡിവിജ്വലോ HUFO കമ്പനിയോ ഫേമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തരത്തിലുള്ള പേഴ്സൺ അവരെന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. എനി അതർ സം ഓഫ് മണി എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സോ അല്ലെങ്കിൽ ടാക്സിനോടനുബന്ധമായിട്ടുള്ള ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി. ദാറ്റ് മീൻസ് ഞാനൊരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലാണ്. ഞാൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കാൻ ലയബിളാണെന്ന് വിചാരിച്ചു, ഞാൻ SSC ആണ്. ഓർ എനി അതർ സം ഓഫ് മണി, ഞാൻ ടാക്സ് അടയ്ക്കാനില്ല, കഴിഞ്ഞ വർഷം അടയ്ക്കേണ്ട ടാക്സ് അടച്ചു, പക്ഷേ അത് ബിലേറ്റഡ് ആയതുകൊണ്ട്, വൈകി അടച്ചതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്. സോ ഞാൻ ടാക്സ് അടയ്ക്കാനില്ല, ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ളൂ, ഞാനും SSC ആണ്. പെനാൽറ്റി, അതായത് വൈകി അടയ്ക്കുന്നതുകൊണ്ട് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പോൾ പെനാൽറ്റി അടയ്ക്കാം. അപ്പോൾ ഒരിക്കലും ടാക്സ് അടയ്ക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തി മാത്രമല്ല SSC എന്ന് പറയുന്നത്. അത് ടാക്സ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, പെനാൽറ്റി ആവാം. അണ്ടർ ദ ആക്ട്. ഏത് ആക്ട്? ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇൻട്രസ്റ്റോ ടാക്സോ പെനാൽറ്റിയോ അടയ്ക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തിയെയാണ് എന്ത് വിളിക്കുന്നത്? SSC എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ്, ഇവിടെ ഒരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട്, ആൻഡ് ഇൻക്ലൂഡ്സ്. ഇനി ഇവർ മാത്രമല്ല, ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ അടയ്ക്കാൻ ലയബിളായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല, പിന്നെ ആരാണ്? എവരി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. എവരി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ് അണ്ടർ ദ ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഏതെങ്കിലും പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തിയാണെങ്കിൽ അവരെയും SSC എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് അയച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അയാൾ ഇൻകം ടാക്സും അടയ്ക്കേണ്ട, പലിശയും അടയ്ക്കേണ്ട, പെനാൽറ്റി അടയ്ക്കേണ്ട, ഇതൊന്നും അടയ്ക്കാനില്ല. സോ പക്ഷേ എന്നാലും അവരെന്ത് വിളിക്കും? SSC എന്ന് വിളിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഓർ അസസ്മെൻറ്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടുമ്പോൾ? ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ എന്താ പറയുക, ലോട്ടറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എവിടെയെങ്കിലും കാറോ അല്ലെങ്കിൽ ഗിഫ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ് പോലുള്ള സംഭവങ്ങൾ എനിക്ക് കിട്ടി. ഓക്കെ, പ്രത്യേകിച്ച് വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇത്തരത്തിലുള്ള ഒരു അസറ്റ് പോലുള്ള സംഭവങ്ങൾ, ഒരു ബെനിഫിറ്റ്, ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് എനിക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന വ്യക്തിയാണെങ്കിലും അയാൾ ആരാണ്? SSC ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, ദെൻ SSC സെക്ഷൻ 2 സബ്സെക്ഷൻ 7 or of the income of any other person in respect of which he is assessable, or of the income of any other person respect of which he is assessable. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താണ് ഒരു SSC ആണ് എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തുണ്ട്? വരുമാനമുണ്ട്. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ടാക്സ് അടയ്ക്കാനുണ്ട്, പെനാൽറ്റി അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റ് അതർ സം ഓഫ് മണി അടയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആരാണ്? SSC ആണ്. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്മേലാണല്ലോ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താണ്? ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി അടുത്തത് പറയുന്ന കേസ് എന്താണ്? ഓർ ഓഫ് ദ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ റെസ്പെക്ട് വിച്ച് ഹീ ഈസ് അസബിൾ. മറ്റൊരാളുടെ വരുമാനത്തിന് മേളിൽ ഞാൻ ആരാവും? SSC ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് വേറൊരു വ്യക്തി, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഞാൻ ചിലപ്പോൾ ആരായിട്ട് മാറും? SSC ആയിട്ട് മാറും. ഓക്കെ, കാരണം ആ ആൾ ചിലപ്പോൾ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിരിക്കില്ല, ആ ആൾ അടയ്ക്കേണ്ട ടാക്സ് ഞാനായിരിക്കണം അടയ്ക്കേണ്ടത്. ഓക്കെ, ഓർ ഓഫ് ദ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹീ ഈസ് അസസബിൾ. ഓക്കെ,
അയാളുടെ വരുമാനത്തിന്മേൽ ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് എന്നെ അസസ് എന്ന് വിളിക്കും. അതായത് എനിക്കൊരു മകനുണ്ട്, മൈനറാണ്, അവൻ്റെ വരുമാനം എൻ്റെ വരുമാനത്തിന്മേലേക്ക് ക്ലബ്ബ് ചെയ്യുകയും ആ വരുമാനത്തിന്മേൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ എനിക്ക് 0 വരുമാനവും എൻ്റെ മകന് നല്ല വരുമാനമുണ്ട്, പക്ഷേ മകൻ മൈനർ ആയതുകൊണ്ട് ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആരാ അസസി? മകനല്ല അസസി, ഞാനാണ് അസസി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഓർ ടു ഡിറ്റർമിൻ ദ ലോ സസ്റ്റൈൻഡ് ബൈ ഹിം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഞാനൊരു ബിസിനസ് നടത്തി, ബിസിനസ് നഷ്ടമായി, അപ്പോൾ എനിക്ക് ലോസ് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇൻകം ടാക്സിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് കിട്ടുന്ന വരുമാനം അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എന്ത് ചെയ്യണം? റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, അഥവാ കണക്ക് അവതരിപ്പിക്കണം. ഓക്കെ. അസസ്മെൻറ്റ് നടത്തിയിട്ട് കണക്ക് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു ആരാണ് അസസി എന്നുള്ളത്. അസസി മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓർ അണ്ടർ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ആക്ട്. ആക്ടിൻ്റെ പ്രൊസീഡിങ്സ് നേരിടുന്ന വ്യക്തിമാരാണെന്ന് പഠിച്ചു, അസസി എന്ന് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട, ഞാൻ ഇൻകം ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് നേരിടാല്ലേ. എന്താ പ്രൊസീഡിങ്സ് നേരിടുന്നത്? എൻ്റെ ബിസിനസ് ലോസാണ്, ഈ വർഷം എനിക്ക് ലോസാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? കണക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോഴും ഞാൻ ആരാണ്? അസസിയാണ്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഞാൻ ബിസിനസ് എടുത്ത് എനിക്ക് നഷ്ടമാണ്, സോ പ്രോഫിറ്റ് ഇല്ല, ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ല, ഞാൻ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയല്ല, ലോസ് ആണെങ്കിലും കണക്ക് അവതരിപ്പിക്കണം, അസസിയാണ്. ഓക്കെ. ഇനി അടുത്തത് ഓർ ബൈ സച്ച് അതർ പേഴ്സൺ. ഇനി അതല്ല, എൻ്റെ മകൻ്റെ പേരിലൊരു ബിസിനസ് ഉണ്ട്, ഞാൻ പണിയൊന്നും എടുക്കാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, മകനാണ് ബിസിനസ് നടത്തുന്നത്, മകനാണെങ്കിൽ 12-13 വയസ്സുള്ളൂ. ഓക്കെ. മൈനറാണ്. ഓക്കെ. അപ്പോൾ ഈ മൈനറായിട്ടുള്ള എൻ്റെ മകനൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മകൻ്റെ വരുമാനത്തിന് ഞാൻ ടാക്സ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ മകന് ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്, ആ പൈസമേൽ മകന് പലിശ കിട്ടുന്നുണ്ട്. ഈ പലിശ കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരു പണിക്കും പോകാത്ത ഒരാളെ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഈ പലിശ കൊണ്ടാണ് ജീവിക്കുന്നത്. മകൻ ടാക്സ് അടയ്ക്കണോ? വേണ്ട. പക്ഷേ ആ സച്ച് അതർ പേഴ്സൺ, ആ മകൻ്റെ വരുമാനത്തിന്മേൽ ഞാൻ അസസബിൾ ആവും, ഞാൻ അസസിയാവും. അപ്പോൾ എനിക്ക് മാത്രം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല ഞാൻ അസസിയാവുന്നത്, എൻ്റെ മകൻ്റെ വരുമാനത്തിന്മേലും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ അസസിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത് ഓർ ബൈ സച്ച് അതർ പേഴ്സൺ. ഓക്കെ. ദെൻ അടുത്തത് ഓർ ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം. അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടാനുണ്ട്? റീഫണ്ട് കിട്ടാനുണ്ട്. വേറൊന്നുമില്ല, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2024-25 ഞാൻ എന്ത് ചെയ്തു? കണക്ക് അവതരിപ്പിച്ചു, റിട്ടേൺ സബ്മിറ്റ് ചെയ്തു, ടാക്സ് അടച്ചു. ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടച്ച ടാക്സ് കൂടിപ്പോയി, എനിക്ക് എന്ത് കിട്ടാനുണ്ട്? റീഫണ്ട് കിട്ടാനുണ്ട്. അഥവാ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഗവൺമെൻറ്റിലേക്ക് അടച്ചത് കൂടിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചാൽ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടാണ് കിട്ടാനുള്ള പൈസ. അപ്പോൾ റീഫണ്ട് എനിക്ക് കിട്ടാനുണ്ടല്ലോ. അപ്പോൾ റീഫണ്ട് കിട്ടാനുണ്ടെങ്കിലും ഞാൻ ആരാണ്? അസസിയാണ്. അപ്പോൾ അങ്ങോട്ട് മാത്രം കൊടുക്കാനുള്ളപ്പോഴല്ല അസസി എന്ന് പറയുന്നത്, ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിലും അസസിയാണ്. ഓക്കെ. ഓർ ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം ഓർ ടു സച്ച് അതർ പേഴ്സൺ. ഇനി അതല്ല, എൻ്റെ മകനാണ് അടച്ച ടാക്സിന് റീഫണ്ട് കിട്ടാനുള്ളതെങ്കിലോ അപ്പോഴും ഞാൻ ആരായിട്ട് മാറും? അസസിയായിട്ട് മാറും. കാരണം മകൻ 18 വയസ്സ് താഴെയാണെങ്കിൽ മകൻ ആരാണ്? മൈനറാണ്. ക്ലിയർ ആയല്ലോ? ഓർ ടു സച്ച് അതർ പേഴ്സൺ. ഓക്കെ. സോ ഇവരെയൊക്കെ എന്ത് വിളിക്കും? അസസി എന്ന് വിളിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ അസസി എന്ന് പറയുമ്പോൾ അസസി ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണോ? അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാലാണ് എന്താവുള്ളൂ? അസസി ആവുള്ളൂ. ഓക്കെ. ദെൻ നോർമൽ അസസി. ആരാണ് നോർമൽ അസസി? An individual who is liable to pay tax for the income earned during the financial year is known as normal assessee. എനിക്ക് വരുമാനമുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കണം, ഞാൻ ലയബിളാണ്, ഞാൻ അസസിയാണ്, നോർമൽ അസസിയാണ്. എവറി ഇൻഡിവിജ്വൽ ഹൂ ഹാസ് എനി ഇൻകം ഏൺഡ് ഓർ ലോസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ previous financial years is liable to pay taxes to the government in the current financial year if the income exceed the basic exemption limit. ബേസിക് എക്സെപ്ഷൻ ലിമിറ്റിന് മേളിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഇൻഡിവിജ്വലും എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, ടാക്സ് ലയബിൾ ആവും. സോ ഈ വ്യക്തിനെ എന്ത് വിളിക്കും? നോർമൽ അസസി എന്ന് വിളിക്കും. ഇനി അടുത്താണ് ഹൗവർ എവറി ഇൻഡിവിജ്വൽ ഹൂ ഇൻകേഴ്സ് ലോസ് മസ്റ്റ് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ടു ക്യാരി ഫോർവേഡ് ലോസസ് ഫോർ ഫ്യൂച്ചർ ഇയർ. അപ്പോൾ എനിക്ക് ലോസ് ആണെന്ന് വിചാരിച്ചു, കഴിഞ്ഞ വർഷം ബിസിനസ് എടുത്ത് ലോസാണ്, ലോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്നാലും ആ ലോസിൻ്റെ കണക്ക് കൂടി ഞാൻ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം. അപ്പോഴും ഞാൻ ആരായിട്ട് മാറും? അസസിയായിട്ട് മാറും. ഹൗവർ എവറി ഇൻഡിവിജ്വൽ ഹൂ ഇൻകേഴ്സ് ലോസസ് മസ്റ്റ് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. അയാൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം? ഇൻകം ടാക്സിന് റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ടു ക്യാരി ഫോർവേഡ് ലോസസ് ഫോർ ദ ഫ്യൂച്ചർ. എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 2024-25 എനിക്ക് ലോസാണ്, ഞാൻ ഇത്തവണ കണക്ക് സബ്മിറ്റ് ചെയ്തു. 25-26 എനിക്ക് എന്താണ്? പ്രോഫിറ്റാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം?
2025-26 പ്രോഫിറ്റിൽ നിന്ന് ആ 24-25 ലോസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ടാക്സ് അടച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തോളാം, റിട്ടേൺ സബ്മിറ്റ് ചെയ്തോളാം. ഓക്കെ, ദെൻ ഓൾ ഇൻഡിവിജ്വൽ ഹൂ പേ ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി ഓർ who are supposed to get a refund for the government are categorized as normal assessee. എനിക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട്, പെനാൽറ്റി അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് റീഫണ്ട് കിട്ടാനുണ്ട്. എനിവേ എന്നെ എന്ത് വിളിക്കും, നോർമൽ അസസി എന്ന് വിളിക്കും. സേ മിസ്റ്റർ എ ഈസ് എ സാലറിഡ് ഇൻഡിവിജ്വൽ. എ എന്ന് പറയുന്ന വ്യക്തി ഒരു സാലറിഡ് ഇൻഡിവിജ്വൽ ആണ്. ഹൂ ഹാസ് ബീൻ പേയിങ് ടാക്സസ് ടൈം ഓവർ ദ പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് അയാൾ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാറുണ്ട്. സോ അസസ്മെൻറ്റ് നടത്താറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതാണല്ലോ അവിടെ പറയുന്നത്. ദെൻ മിസ്റ്റർ എ ക്യാൻ ബി കൺസിഡർഡ് എ നോർമൽ അസസി. അയാൾ എന്ത് വിളിക്കാം, നോർമൽ അസസി എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ അടുത്താണ് പ്രിൻസിപ്പൽ അസസി. എ പ്രിൻസിപ്പൽ അസസി ഈസ് എ റിയൽ അസസി ഓൺ ഹൂസ് ബിഹാഫ് ദ റെപ്രസെൻറ്റേറ്റീവ് അസസി ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. ദ പ്രിൻസിപ്പൽ അസസി ഓതറൈസ്ഡ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ടു ഫയൽ ആൻ ഇൻകം ടാക്സ് റിട്ടേൺ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ടാക്സ് പെയർ പേസ് ഇൻകം ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ അസസി. അതായത് ഒരു പ്രിൻസിപ്പൽ അസസി എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പളായിട്ടുള്ള ഒരു അസസി ഉണ്ടാവും. ഓക്കെ, അയാളാണ് റിയൽ അസസി. അയാളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തൊരു എൻ്റർപ്രൈസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഓൺ ഹൂസ് ബിഹാഫ് ദ റെപ്രസെൻറ്റേറ്റീവ് അസസി ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. ഈ പ്രിൻസിപ്പൽ അസസി അടയ്ക്കേണ്ട ടാക്സ് ആരടയ്ക്കും, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അസസി അടയ്ക്കും. ഓക്കെ, ദ പ്രിൻസിപ്പൽ അസസി ഓതറൈസ്ഡ് ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ടു ഫയൽ ആൻ ഇൻകം ടാക്സ് റിട്ടേൺ. ഈ പ്രിൻസിപ്പൽ അസസി ആരെ നിയോഗിച്ചിട്ടുണ്ടാവും, ഒരു റെപ്രസെൻറ്റേറ്റീവ് അസസിനെ നിയോഗിച്ചിട്ടുണ്ടാവും. അയാളോട് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന ഒരു വിദേശിയായിട്ടുള്ള വ്യക്തി, അപ്പോൾ അയാളാണ് അത് നടത്തുന്നത്. അയാളെ പ്രിൻസിപ്പൽ അസസി എന്നും അതിൻ്റെ ഇവിടുത്തെ നടത്തിപ്പുകാരൻ കാര്യക്കാരനെ എന്ത് വിളിക്കുകയും ചെയ്യും, റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് വിളിക്കും. ആ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, സോ ദെൻ റെപ്രസെൻറ്റേറ്റീവ് അസസി. ദർ മേ ബി a case in which a person is liable to pay tax for the income or losses during the losses incurred by a third party. ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ കേസിൽ ഓക്കെ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിനെയാണ് ഇത് വിളിക്കുന്നത്, റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് വിളിക്കുന്നത്. ദർ മേ ബി കേസ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഫോർ ദ ഇൻകം ഓർ ലോസസ് ഇൻകർഡ് ബൈ എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൽ അസസി. പ്രിൻസിപ്പൽ അസസിക്ക് വേണ്ടിയിട്ട് ആരെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു, റെപ്രസെൻറ്റേറ്റീവ് അസസി ടാക്സ് അടയ്ക്കുന്നു. സച്ച് എ പേഴ്സൺ ഈസ് നോൺ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് അസസി. അയാളാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നാണ് വിളിക്കുന്നത്. കൺസിഡർ ദ കേസ് ഓഫ് മിസ്റ്റർ എക്സിനെ എടുക്കാം. ഹി ഹാസ് ബീൻ റിസൈഡിങ് അബ്രോഡ് ഫോർ ദ പാസ്റ്റ് 7 years. കഴിഞ്ഞ 7 വർഷമായിട്ട് ആൾ വിദേശ രാജ്യത്താണ്, അമേരിക്കയിലാണ്. ഹവർ ഹി റിസീവ്സ് റെൻറ്റ് ഫോർ 2 ഹൗസ് പ്രോപ്പർട്ടീസ് ഹി ഓൺസ് ഇൻ ഇന്ത്യ. അയാൾക്ക് ഇന്ത്യയിൽ വീടുണ്ട്, ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വരലുമില്ല. അദ്ദേഹം ആരെ ഏൽപ്പിച്ചു, ഹി ടേക്സ് ദ ഹെൽപ്പ് ഓഫ് ദ റിലേറ്റീവ് മിസ്റ്റർ വൈ ടു ഫയൽ ടാക്സസ് ഇൻ ഇന്ത്യ. മിസ്റ്റർ വൈനെ റെപ്രസെൻറ്റേറ്റീവ് അസസിയായിട്ട് ഏൽപ്പിച്ചു. ഇൻ ദിസ് കേസ് മിസ്റ്റർ വൈ ആക്ട് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് അസസി. മിസ്റ്റർ വൈനെയാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയാം. ഓക്കെ, ഇഫ് ദ അസസിംഗ് ഓഫീസർ പ്ലാൻസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് ടാക്സ് ഫയലിംഗ്, മിസ്റ്റർ വൈ വിൽ ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് ദ നെസസറി documents ആൻഡ് ഹീ ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിൻ്റെ ഗാർഡിയൻ ആണ് ആര്, മിസ്റ്റർ വൈ എന്ന് പറയുന്നത്. സോ ആ വൈ ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ സിനിമയിലൊരു നിമിഷത്തിൽ എന്താ പറയുക, ഗൾഫിൽ ജീവിക്കുന്ന 2 പേര്, അവർ 2 പേരും എന്ത് ചെയ്യുന്നു, ആ നാട്ടിലെ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെപ്രസെൻറ്റേറ്റീവ് അസസി പോലെ ഒരാളായിട്ട് നിയമിക്കുന്നുണ്ട്, കാര്യക്കാരനായിട്ട്. പറമ്പിൽ തേങ്ങയും അതുപോലെ തന്നെ വാഴയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അത് വിറ്റിട്ട് പൈസ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യക്കാരനെ ഏൽപ്പിക്കുന്നുണ്ട്. സോ ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. സോ അവിടെ വിദേശത്തിരിക്കുന്ന ആളാരാണ്, മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത്. അയാളാണ് ആര്, പ്രിൻസിപ്പൽ അസസി. ഓക്കെ, അയാൾ അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി ആരടയ്ക്കുന്നു, അവിടെയുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അസസി അടയ്ക്കുന്നു. റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇവിടെ മിസ്റ്റർ വൈ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ക്ലിയർ. ഓക്കെ, ദെൻ ഡീംഡ് അസസി. ഓക്കെ, ഇനി ആരാണ് ഡീംഡ് അസസി എന്ന് നോക്കാം. ഡീംഡ് അസസി എന്ന് വെച്ചാൽ അസസി തന്നെയാണ്. ഓക്കെ, എപ്പോഴാണ് ഡീംഡ് അസസിയുടെ സിറ്റുവേഷൻ നോക്കാം. ആൻ ഇൻഡിവിജ്വൽ മൈറ്റ് ബി അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ടാക്സസ് ബൈ ദ ലീഗൽ അതോറിറ്റീസ് ആൻഡ് സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡീംഡ് അസസി. ഡീംഡ് അസസി ക്യാൻ ബി ദ എൽഡസ്റ്റ് സൺ ഓർ എ ലീഗൽ ഹെയർ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹൂ ഹാസ് എക്സ്പയർഡ് വിത്തൗട്ട് റൈറ്റിംഗ് എ വിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇയാൾക്കാണ് എന്ത് കിട്ടുന്നത്, വരുമാനം കിട്ടുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് എന്തുണ്ട്, മൂത്ത ഒരു മകനുണ്ട്. ഇയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു. അപ്പോൾ 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴാണ്, 2026-27 അല്ലേ. അപ്പോൾ 2025-26 ആയി കഴിഞ്ഞപ്പോൾ 2025-26 അദ്ദേഹം ജീവിച്ചു, അല്ലെങ്കിൽ 2026 ഫെബ്രുവരി മാസത്തിൽ മരിക്കുകയോ
അല്ലെങ്കിൽ 2026 അസസ്മെൻറ്റ് ഇയറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് അയാൾ എന്ത് ചെയ്തു, മരണപ്പെട്ടു പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഉപയോക്താക്കളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. ഭാര്യയുണ്ട്, ഒരു മൂത്ത കുട്ടിയുണ്ട്, പിന്നെ ഒരു ഇളയ മകനുണ്ട്, ഒരു ഇളയൊരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, ഇത്രയുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്നാണ് മരണപ്പെട്ടത്. മരണപ്പെടുന്നതിന് മുമ്പേ തന്നെ ഹൂ ഹാസ് എക്സ്പയർഡ്, മരണപ്പെട്ടു വിത്തൗട്ട് റൈറ്റിംഗ് എ വിൽപത്രം എഴുതാതെ, അനന്തരാവകാശ സ്വത്ത് എഴുതാതെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടാൽ ഇയാളുടെ ടാക്സ് അടയ്ക്കണ്ടേ? ഇയാൾക്ക് കഴിഞ്ഞ കൊല്ലം എന്താണ് 50 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ടാക്സ് അടയ്ക്കാതെ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 2025-26 അയാളുടെ വരുമാനത്തിന് മേലുള്ള ടാക്സ് ആരടയ്ക്കേണ്ട വരും? 26-27 ഈ മൂത്ത മകൻ അടയ്ക്കേണ്ടി വരും. എൽഡസ്റ്റ് സൺ ഓർ എ ലീഗൽ ഹെയർ, എൽഡസ്റ്റ് സൺ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ലീഗൽ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു മകനില്ല അല്ലെങ്കിൽ ഭാര്യ ഇല്ല എന്ന് വിചാരിച്ചു, ദെൻ എ ലീഗൽ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അനന്തരാവകാശ സ്വത്തിൻ്റെ അവകാശി ആരാണോ അയാൾ എന്ത് ചെയ്യും, ലീഗൽ ഹയർ ആയിട്ടുള്ള അയാളുടെ നെക്സ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വ്യക്തിനെ എന്ത് വിളിക്കും? ഡീംഡ് അസസി എന്ന് വിളിക്കും. അപ്പോൾ ഈ വ്യക്തി വല്ല വരുമാനം ഉണ്ടോ? ഇല്ല, ഒരു പാവം പയ്യൻ അല്ലേ. അപ്പോൾ അവന് വരുമാനമൊന്നുമില്ല, പക്ഷേ അവൻ ആരായിട്ട് മാറി? ഡീംഡ് അസസി ആയിട്ട് മാറി. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 പേരും ഇല്ല, ഇയാളേ ഉള്ളൂ. ഓക്കെ, ഹു വാസ് എക്സ്പയർഡ് വിത്തൗട്ട് റൈറ്റിംഗ് എ വിൽപത്രം എഴുതുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്തു, ഇയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ അടയ്ക്കേണ്ട ടാക്സ് ലയബിലിറ്റി ആരടയ്ക്കേണ്ടി വരും? നെക്സ്റ്റ് ലീഗൽ ഹയർ ആരാണോ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, സോ ഇതാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. തീർന്നില്ല, ഇനിയുണ്ട്. ദ എക്സിക്യൂട്ടർ ഓർ എ ലീഗൽ ഹയർ ഓഫ് എ പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹു ഹാസ് പാസ്ഡ് ഓൺ ഹിസ് പ്രോപ്പർട്ടി ടു ദ എക്സിക്യൂട്ടർ ഇൻ റൈറ്റിംഗ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, രാജമാണിക്യം അല്ലേ. നമുക്ക് ആ സിനിമ അറിയാം. രാജമാണിക്യം സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായ്കുമാർ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും സായ്കുമാറിൻ്റെ രക്തത്തിലുള്ള 2 മക്കളുണ്ട്. ആദ്യ ഭാര്യയിലുള്ള ഒരു ആണുണ്ട്, രണ്ടാമത്തെ ഭാര്യയിലുള്ള ഒരു ലേഡിയും ഉണ്ട്. അപ്പോൾ ഇവർക്കാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സ്വത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത്, ഈ ആരുടെ, സായ്കുമാറിൻ്റെ. അപ്പോൾ സായ്കുമാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് മരണപ്പെട്ടത് 2025-26 വിചാരിച്ചു. അപ്പോൾ 2025-26 അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്, ഹോസ്പിറ്റലൊക്കെ നടത്തുന്നുണ്ട്, അത് നല്ല വരുമാനമുണ്ട്. അപ്പോൾ അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടത് 2026-27 ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, അയാൾ മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും അയാളുടെ മരണം കഴിഞ്ഞ് കഴിയുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തക്കാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ടുള്ള, വേറെ ഇപ്പോൾ ഇദ്ദേഹം സ്വന്തം മകനല്ല, അപ്പോൾ മൂത്ത മകനായിട്ടുള്ള ആരടയ്ക്കേണ്ടത്? മനോജ് കെ ജയനാണ് ആ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞത്. കാരണം അയാളുടെ രക്തത്തിലുള്ള മകൻ എന്ന് പറയുന്നത് മനോജ് കെ ജയനുള്ളൂ. പക്ഷേ മനോജ് കെ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല. കാരണം ഈ ആൾ മരണപ്പെടുന്നതിന് മുമ്പേ തന്നെ എൻ്റെ അനന്തരാവകാശ സ്വത്തിൻ്റെ എക്സിക്യൂട്ടർ എന്നുള്ള രീതിയിൽ ആരെ ഏൽപ്പിക്കുന്നു? നമ്മളുടെ രാജമാണിക്യത്തിന് അഥവാ മമ്മൂട്ടീനെ ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, ദ എക്സിക്യൂട്ടർ ഓർ എ ലീഗൽ ഹയർ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹു ഹാസ് പാസ്ഡ് ഓൺ ഹിസ് പ്രോപ്പർട്ടി ടു ദ എക്സിക്യൂട്ടർ ഇൻ റൈറ്റിംഗ്. ഒരാൾക്ക് എഴുതി കൊടുത്തിട്ട് ഇയാളോട് പറഞ്ഞു, രാജമാണിക്യത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വിധിച്ചു കൊടുത്തോളം പറഞ്ഞു. അപ്പോഴാണ് രാജമാണിക്യം അവിടെ വരുന്നത്. രാജമാണിക്യം നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. വരുമാനം കിട്ടിയത് ആർക്കാണ്? സായ്കുമാറിനാണ് വരുമാനം കിട്ടിയത്. സായ്കുമാറിൻ്റെ വരുമാനത്തിന്മേൽ ആര് ടാക്സ് അടയ്ക്കേണ്ടി വരും? രാജമാണിക്യം ടാക്സ് അടയ്ക്കണം. സോ രാജമാണിക്യം വിൽ ബി എ ഡീംഡ് അസസി. രാജമാണിക്യമായിട്ട് മാറി, ഡീംഡ് അസസി ആയിട്ട് മാറി. ഒരു സൈഡിൽ മാറി, ഒരു സ്ഥലത്ത് മാറി നിന്ന ഒരാളാണ് അയാൾ. പിന്നെ ആരായിട്ട് മാറി? ഡീംഡ് അസസി ആയിട്ട് മാറി. ഓക്കെ, സോ ഇതാണ് എന്ത് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ സിറ്റുവേഷനാണ് പറഞ്ഞത്. ഒന്ന് മൂത്ത മകൻ്റെ കേസ് പറഞ്ഞു, രണ്ടാമത്തെ കേസ് എക്സിക്യൂട്ടറിൻ്റെ കേസ് പറഞ്ഞു. ഓക്കെ, ദെൻ മൂന്നാമത്തെ അടുത്ത കേസ് ദ ഗാർഡിയൻ ഓഫ് എ ലൂണാറ്റിക് ആൻഡ് ഇഡിയറ്റ് ഓർ എ മൈനർ. അതായത് ഒരു മൈനറായിട്ടുള്ള 18 വയസ്സിൽ താഴെ ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ഓക്കെ, ഓർ ആൻ ഇഡിയറ്റ് ഓർ എ ലൂണാറ്റിക്, അതായത് മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മകനോ മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗാർഡിയൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് 18 വയസ്സിൽ താഴെയുള്ള ആവണമെന്നില്ല ഈ പറഞ്ഞ ഇഡിയറ്റ് അല്ലെങ്കിൽ ലൂണാറ്റിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്നവരാണെങ്കിൽ പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ വരുമാനം ഉണ്ടാവും. ഈ വരുമാനത്തിന്മേൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ആര് ടാക്സ് അടയ്ക്കേണ്ടി വരും? ഗാർഡിയൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഗാർഡിയൻ ആരായി? ഡീംഡ് അസസി ആയി. ഗാർഡിയന് വരുമാനമില്ല, പക്ഷേ ഈ ലുണാറ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇഡിയറ്റിൻ്റെ അല്ലെങ്കിൽ മൈനറിൻ്റെ വരുമാനത്തിന്മേൽ ആര് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു? ഗാർഡിയൻ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. സോ ഗാർഡിയൻ ആരായിട്ട് മാറുന്നു? ഡീംഡ് അസസി ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എൽഡസ്റ്റ് സൺ, രണ്ടാമത്തത് എക്സിക്യൂട്ടർ, മൂന്നാമത്തത് ഗാർഡിയൻ. ഓക്കെ, ദെൻ ദ ഏജൻറ്റ് ഓഫ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യ റിസീവിങ് ഇൻകം ഫ്രം ഇന്ത്യ. അതായത് ഇന്ത്യയിലില്ലാത്ത ഒരു വ്യക്തി, അയാൾ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ്സിൻ്റെ വരുമാനത്തിന്മേൽ ഇവിടെ ഇന്ത്യയിൽ ഒരു ഏജൻറ്റിനെ വച്ചിട്ടുണ്ടെങ്കിൽ
ആ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ വരുമാനത്തിന്മേൽ ഇവിടെ ഇന്ത്യയിലൊരു ഏജൻ്റ് ഉണ്ട്, ആ ഇന്ത്യയിലുള്ള ഏജൻറ്റ് ആ നോൺ റെസിഡൻറ്റിന് മേൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറഞ്ഞാലോ, സെയിം തന്നെ. സോ ആ ഏജൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീംഡ് അസസി എന്ന് വിളിക്കാം. അപ്പോൾ നാലാമത്തെ വ്യക്തി ആരൊക്കെയാണ്? ഒന്നാമത്തെ എൽഡസ്റ്റ് സൺ, ഫാദർ എന്ത് ചെയ്തു, ഫാദർ അല്ലെങ്കിൽ മദർ എന്ത് ചെയ്തു, മരണത്തിന് മുമ്പേ തന്നെ വിൽപ്പത്രം എഴുതാതെ മറന്നുപോയി. അപ്പം ആ വരുമാനത്തിന്മേലെ ടാക്സ് എൽഡസ്റ്റ് സൺ അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തത് എഴുതി വെച്ചത് കൊണ്ട് എക്സിക്യൂട്ടർ. ഓക്കെ, എക്സിക്യൂട്ടറിൻ്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് എക്സിക്യൂട്ടർ. അടുത്ത ആരാണ്? ലുണാറ്റിക് ഇഡിയറ്റ് മൈനറിൻ്റെ ഗാർഡിയൻ. അടുത്ത ആരാണ്? നോൺ റെസിഡൻറ്റ് ഇന്ത്യയിലുള്ള ഒരു വ്യക്തി, ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി, അദ്ദേഹത്തിന് ഇന്ത്യയിലൊരു ഏജൻ്റ് ഉണ്ട്, ഏജൻ്റാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഏജൻറ്റിന് വരുമാനമില്ല, പ്രിൻസിപ്പളിനാണ് എന്തുള്ളൂ? വരുമാനമുള്ളൂ. പക്ഷേ ഏജൻറ്റിനെ എന്ത് വിളിക്കും ഇനി? ഡീംഡ് അസസി എന്ന് വിളിക്കും. 4. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഡീംഡ് അസസിയിൽ വരുന്നത്. ഇനി അടുത്തതാണ് അസസി ഇൻ ഡിഫോൾട്ട്. എന്താണ് അസസി ഇൻ ഡിഫോൾട്ട്? നമുക്ക് നോക്കാം. അസസി ഇൻ ഡിഫോൾട്ട് ഈസ് എ പേഴ്സൺ who has failed to fulfill his statutory obligation as per the Income Tax Act, such as not paying taxes to the government or not file income tax return. അതായത് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഡീഫോൾട്ട് വരുത്തുന്ന വ്യക്തിനെയാണ് വിളിക്കുന്നത് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ അസസിയുടെ ലയബിലിറ്റി നമ്മൾ പഠിച്ചല്ലോ, ആ ലയബിലിറ്റിയിൽ വീഴ്ച വരുത്തുന്ന വ്യക്തിനെ എന്ത് വിളിക്കും? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് ചെയ്യാതെ വീഴ്ച വരുത്തിയ വ്യക്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡീഫോൾട്ട് നടത്തിയ വ്യക്തി. ദാറ്റ് ഈസ് കോൾഡ് ആസ് അസസി ഇൻ ഡിഫോൾട്ട് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്, സച്ച് ആസ് നോട്ട് പേയിങ് ടാക്സസ് ടു ഗവൺമെൻറ് ടാക്സ് അടയ്ക്കാതിരിക്കുക, ഓർ നോട്ട് ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ടാക്സ് അടയ്ക്കാതിരിക്കുകയോ ഇൻകം ടാക്സിനെ കണക്ക് അവതരിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന അഥവാ ഡീഫോൾട്ട് വരുത്തുന്ന വ്യക്തിനെ വിളിക്കുന്ന പേരാണെന്ത്? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ എംപ്ലോയർ ഈസ് സപ്പോസ് ടു ഡിഡക്റ്റ് ടാക്സസ് ഫ്രം ഹിസ് സാലറി ഓഫ് ഹിസ് എംപ്ലോയി ബിഫോർ ഡിസ്ബേഴ്സിംഗ് ദ സാലറി. ഓക്കെ, അപ്പോൾ ടാക്സ് അടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതല്ലാതെ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ടാക്സ് അടയ്ക്കണം, എനിക്ക് വരുമാനമുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കാതിരുന്നത് ഞാൻ ആരായി? അസസി ഇൻ ഡിഫോൾട്ടായി. എനിക്ക് വരുമാനം കിട്ടി, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തില്ല, അപ്പോഴും ഞാൻ അസസി ഇൻ ഡിഫോൾട്ടാണ്. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ചെയ്യാത്ത ഞാൻ ആരാണ്? അസസി ഇൻ ഡിഫോൾട്ടാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, ആൻ എംപ്ലോയർ ഈസ് സപ്പോസ് ടു ഡിഡക്റ്റ് ടാക്സ് ഫ്രം ദ സാലറി ഓഫ് ഹിസ് എംപ്ലോയി ബിഫോർ ഡിസ്ബേഴ്സിംഗ് ദ സാലറി. അതായത് എനിക്ക് മാസാമാസം 50,000 സാലറി ഉണ്ട്, ഞാൻ റിലയൻസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ മുതലാളി എനിക്ക് വരുമാനം അഥവാ സാലറി തരുന്ന സമയത്ത് അവർ എൻ്റെ എനിക്ക് 50,000 നേരെ സാലറി തരാൻ പറ്റില്ല. 50,000-ൽ നിന്ന് എന്ത് പിടിക്കണം? അവർ TDS പിടിക്കണം. നമ്മൾ ഓൾറെഡി TDSനെ പറ്റി ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് 10 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5% എന്ത് പിടിക്കുന്നു? ഫോർ എക്സാമ്പിൾ 10% എന്ത് ചെയ്തു? TDS പിടിക്കണം. അപ്പോൾ എല്ലാ മാസവും 5,000 വെച്ച് TDS പിടിക്കണം. ഇതാരുടെ ഉത്തരവാദിത്തമാണ്? അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അഥവാ റിലയൻസിൽ ജോലി ചെയ്യുന്ന എനിക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിന് മേളിൽ വരുമാനമുണ്ടെന്ന് മനസ്സിലാക്കുന്ന എംപ്ലോയർ എനിക്ക് നേരെ സാലറി ഒറ്റയടിക്ക് തരാൻ പാടില്ല. ആ സാലറിയിൽ നിന്ന് TDS കട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ എംപ്ലോയറിൻ്റെ ഉത്തരവാദിത്തമാണ്. കട്ട് ചെയ്യൽ മാത്രമാണ് അയാളുടെ ഉത്തരവാദിത്തം അല്ല. അയാൾ ആ കട്ട് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം? എൻ്റെ പാൻ നമ്പർ മേടിച്ചിട്ട്, എൻ്റെ പാൻ കാർഡ് മേടിച്ചിട്ട് എൻ്റെ പേരിൽ ആ ടാക്സ് അടയ്ക്കുകയും വേണം. ഇത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഫോർ എക്സാമ്പിൾ, ആൻ എംപ്ലോയർ സേ ആരാണ്? റിലയൻസ് ഈ സപ്പോസ് ടു ഡിഡക്റ്റ് ടാക്സ് ഫ്രം ദ സാലറി ഓഫ് ഹിസ് എംപ്ലോയി. എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പിടിക്കണം? TDS പിടിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബിഫോർ ഡിസ്പേഴ്സിങ് ദ സാലറി ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ഹീ ഈസ് ദെൻ റിക്വയർഡ് ടു പേ ദ ഡിഡക്റ്റഡ് ടാക്സ് ടു ദ ഗവൺമെൻറ്. അവർ ഡിഡക്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ പൈസ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ബൈ ദ സ്പെസിഫൈഡ് ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ എൻ്റെ പേരിൽ ടാക്സ് അടയ്ക്കേണ്ടതും അവരുടെ ലയബിലിറ്റിയാണ്. ഇഫ് ദ എംപ്ലോയർ ഫെയിൽസ് ടു ഡു ദാറ്റ് സോ, ഓക്കെ, അവരെന്ത് ചെയ്തില്ല? ആ പേയ്മെൻറ്റ് കട്ട് ചെയ്തുമില്ല, അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തുമില്ല. ഇഫ് ദ എംപ്ലോയർ ഫെയിൽസ് ടു ഡു സോ ഡെപ്പോസിറ്റ് ദ ടാക്സ് ഡിഡക്റ്റഡ്, ഹി വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ അസസി ഇൻ ഡിഫോൾട്ട്. അയാൾ എന്ത് വിളിക്കും? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. അപ്പോൾ അസസി ഡിഫോൾട്ട് എന്ന് വെച്ചാൽ ആരോ ടാക്സ് അടയ്ക്കാതിരിക്കുന്ന വ്യക്തിയാണ് അസസി ഇൻ ഡിഫോൾട്ട്. ഇയാൾ ടാക്സ് അടയ്ക്കാതിരുന്നില്ലേ? എങ്ങനെ? എൻ്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത ടാക്സ് അവരടയ്ക്കാതിരുന്നു. അപ്പോൾ അയാളെയും എന്ത് വിളിക്കും? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. സോ ക്ലിയർ ആയല്ലോ, അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, അടുത്താണ് അസസ്മെൻറ്റ് ഇയർ.
എന്താണ് അസസ്മെൻറ്റ് ഇയർ നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പ്രകാരം അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ 1st April എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അതായത് അസസ്മെൻറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡാണ് ഓഫ് 12 months കമൻസിങ് ഓൺ 1st April എവറി ഇയർ. അതായത് എല്ലാ വർഷവും ഏപ്രിൽ 1 തുടങ്ങി അടുത്ത വർഷം 31st മാർച്ചിന് അവസാനിക്കുന്ന ഒരു വർഷത്തിനാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഓഫ് ആൻ അസസി ഈസ് ടാക്സഡ് ഡ്യൂറിംഗ് ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ അറ്റ് ദ റേറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റെലവൻസ് ഫിനാൻസ് ആക്ട്. അതായത് ഇൻകം ഓഫ് പ്രീവിയസ് ഇയറിൻ്റെ വരുമാനത്തിന് മേലാണ് എന്ത് ചെയ്യുന്നത്, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഫിനാൻസ് ആക്റ്റിലും ഓരോ അസസ്മെൻറ്റ് ഇയറിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2026-27 നമ്മുടെ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതാണ്, 2026-27 ഓക്കെ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊന്നുകൂടി നോക്കാം. ഈ അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ വെച്ചൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2026-27 ഓക്കെ. നമ്മളുടെ പ്രീവിയസ് ഇയർ ഏതാണ്, 2025-26 ഓക്കെ. നമ്മൾ ഫോളോ ചെയ്യുന്ന ബജറ്റ് ഏതാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ബജറ്റ് 2025 ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിച്ച ബജറ്റാണ്. എന്തിനാണ് 2025 ഫെബ്രുവരി, ഒരു മാസം മുമ്പേ ബജറ്റ് അവതരിപ്പിക്കുന്നത്? ഈ ഫെബ്രുവരി 2025 വന്നിട്ട് നിർമ്മല സീതാരാമൻ വന്നിട്ട് ബജറ്റിൽ പറയാണ്, അല്ലയോ മഹാജനങ്ങളെ, ഇന്ന് ഫെബ്രുവരിയാണ്, 2025 ഫെബ്രുവരിയാണ്, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 മുതൽ, അഥവാ 2025-26 സാമ്പത്തിക വർഷം, ആ വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇന്ന വരുമാനത്തിൻ്റെ മേളിൽ ഇന്ന ഇത്ര റേറ്റിൽ ടാക്സ് അടയ്ക്കണം. അതുകൂടാതെ ഞാൻ ചില ഇളവുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന സ്കീമിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്താൽ, എപ്പോൾ സേവ് ചെയ്യണം, ഈ 2025-26 വർഷത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വരുമാനം കിട്ടുന്ന ആ സാമ്പത്തിക വർഷത്തിൽ തന്നെ നിങ്ങൾ സേവിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾ 2026-27 അസസ്മെൻറ്റ് ഇയറിൽ ഇത്ര റേറ്റിൽ ടാക്സ് അടച്ചാൽ മതി, ഇന്ന ഡിഡക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ 2025-26 വർഷം തുടങ്ങുന്നതിന് 1.5 മാസം മുന്നേ തന്നെ കാലയെ കൂട്ടി പറയുന്നു. ഇതെന്തിനാണ് കാലയെ കൂട്ടി പറയുന്നതിന് വേണ്ടിയിട്ടാണ്? എന്നാലല്ലേ 2025-26 നമുക്ക് ഓരോ വരുമാനം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാവുള്ളൂ, സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിർമ്മല സീതാരാമൻ പറയാണ്, നിങ്ങൾക്ക് 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീമിലോ അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് സ്കീമിലോ മറ്റേതെങ്കിലും കുറച്ച് സ്കീമുകളൊക്കെ പറഞ്ഞിട്ട് ഈ സ്കീമിലൊക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം 50,000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു മാസം സാലറി ഉണ്ട്. അപ്പോൾ സാലറി ഉണ്ടെങ്കിൽ 50,000 ഇൻറ്റു 12 മാസത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും എത്രയായി, 50,000 10 5 ലക്ഷം, 6 ലക്ഷമായിട്ട് മാറി എൻ്റെ വരുമാനം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിർമ്മല സീതാരാമൻ എന്ത് ചെയ്തു, 2025 ഫെബ്രുവരി ബജറ്റിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 2.5 ലക്ഷം രൂപയുടെ മുകളിലുള്ള 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വരുമാനത്തിന്മേൽ എന്ത് ചെയ്യണം, നിങ്ങൾ 5% ടാക്സ് അടയ്ക്കണം. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ളതിന് 20% ടാക്സ് അടയ്ക്കണം എന്നുള്ള സ്ലാബിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് സ്കീമുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുകൂടാതെ നിർമ്മല സീതാരാമൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും നിങ്ങളുടെ വരുമാനം 5 ലക്ഷത്തിൽ താഴെയാവുകയാണെങ്കിൽ ഞാൻ എന്ത് തരും, റിബേറ്റ് തരും, അഥവാ ഡിസ്കൗണ്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, 5 ലക്ഷത്തിൽ താഴെ ആയി കഴിഞ്ഞാൽ എനിക്ക് റിബേറ്റ് കിട്ടും, ടാക്സ് അടയ്ക്കേണ്ട. എൻ്റെ വരുമാനമാണ് ഈ 50,000 വെച്ചിട്ട് മാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എംപ്ലോയറിൻ്റെ അടുത്ത് പറയണേ, സാറേ ഒരു കാര്യം ചെയ്യും, എനിക്ക് 5 ലക്ഷത്തിൽ താഴെ വരുമാനം തന്നാൽ മതി എന്ന് പറയുമോ? ഇല്ല, ഞാൻ 50,000 വെച്ചാലും മേടിക്കും. അപ്പോൾ 6 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 6 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമിൽ, അപ്പോൾ ഈ 2025-26 ഓരോ മാസം എനിക്ക് 50,000 വെച്ച് ഇങ്ങനെ സാലറി കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നൊരു ചെറിയ തുക ഞാൻ 2026 മാർച്ച് 31 മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യും, പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീമിലോ ഇൻഷുറൻസ് സ്കീമിലോ കൊണ്ടുവന്ന് ഞാൻ നിക്ഷേപിക്കും. അപ്പോൾ എനിക്ക് പൈസ നഷ്ടപ്പെട്ടോ? ഇല്ല. പോസ്റ്റ് ഓഫീസ് സേവിങ് സ്കീം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സേവിങ് സ്കീമാണ്, ആ പൈസ അവിടെ കിടപ്പുണ്ട്.
അപ്പോൾ എൻ്റെ വരുമാനം എത്രയായിട്ട് മാറി? 6 ലക്ഷത്തിൽ 100 ലക്ഷം കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ലക്ഷമായി. അപ്പോൾ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞ റിബേറ്റ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട ഒരു ഇല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രീവിയസ് ഇയർ അഥവാ ഫിനാൻഷ്യൽ ഇയർ 2025-26 മുമ്പേ തന്നെ ബജറ്റ് അവതരിപ്പിക്കണ്ടേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ 2025 ബജറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ കറൻ്റ്ലി ഫോളോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2026 ഫെബ്രുവരിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ഏത് വർഷത്തേക്കുള്ളതാണ്? 2026 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് ഏത് വർഷത്തേക്കുള്ളതാണ്? 2026-27 ഫിനാൻഷ്യൽ ഇയറിലേക്കും 2027-28 അസസ്മെൻറ്റ് ഇയറിലേക്കുള്ളതാണ്. ഇത് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ തന്നെ. ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.